പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡ്രസ്സ് തയ്ക്കുന്നതിൻ്റെ സ്ലീവിൻ്റെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതായത് തൊട്ട് മുന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അതായത് ഇതായിരുന്നു നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. 3 രീതിയിൽ എങ്ങനെ അളവെടുത്ത് തയ്ക്കാം എന്നതായിരുന്നു നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പഠിപ്പിച്ചത്. ഒന്ന് ഡ്രസ്സിൽ നിന്ന് അളവെടുത്ത് ഡ്രസ്സ് തയ്ക്കുന്ന രീതി, ഒന്ന് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് ഡ്രസ്സ് തയ്ക്കുന്ന രീതി, ഒന്ന് ഓൺലൈൻ വഴിയായിട്ട് കസ്റ്റമറെ കാണാതെ അളവ് അവർ തരുന്ന അളവ് വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് തയ്ക്കുന്ന രീതി. ഈ 3 രീതിയിൽ ചുരിദാർ തയ്ക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ട ശേഷം ഇതിൻ്റെ ബാലൻസ് കാണും കേട്ടോ. ഇത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തേർഡ് പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് സ്ലീവാണ്. സ്ലീവിനെ കുറിച്ചുള്ള ഫുൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുതരും. സ്ലീവ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നു അതെല്ലാം പറഞ്ഞുതരും. ഓരോ ഡ്രസ്സിനും സ്ലീവ് തയ്ക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുതരും. പിന്നെ വണ്ണം കൂടുതൽ വരുമ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുക, തുണിയുടെ തടം കുറഞ്ഞ് എന്താ ചെയ്യാൻ പറ്റുക, അതെന്താ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞുതരും. പിന്നെ അളവുകൾ വല്ലാണ്ട് ഡിഫറൻസ് വരുമ്പോൾ, ഭയങ്കരമായ ഡിഫറൻസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നതും നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ, പ്രൊഫഷണൽ രീതിയിലാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അളവ്, സ്വാഭാവികമായിട്ടൊരു സ്ലീവ് എന്ന് പറയുന്നത് ഇതാ, ഇവിടുന്ന് ലെങ്ത്ത്, ഇവിടുന്ന് ഇങ്ങനെ സ്ലീവിൻ്റെ തുമ്പ് വണ്ണം, അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു കർവ് അല്ലേ വരുന്നത്. അതിനുശേഷം ഇതാ ഇവിടെ ഇങ്ങനെയാണല്ലോ നമ്മുടെ സ്ലീവ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ നീളം, ഇവിടെ നമ്മുടെ സ്ലീവിൻ്റെ തുമ്പ് വണ്ണം, ഇതിങ്ങനെ ചെരിഞ്ഞ് വന്ന് നിൽക്കുന്ന ഒരു ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ, ഓക്കെ, സ്ലീവിൽ ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗം. അപ്പോൾ നമുക്ക് എന്തെല്ലാം അളവുകൾ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കണം, ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളത്. പിന്നെ തുമ്പ് വണ്ണം എടുക്കണം, സ്ലീവ് ഓപ്പണിങ് എടുക്കണം. പിന്നെ നമ്മൾ ചെരിഞ്ഞ് കർവ് ചെയ്ത് ആംഹോളിൻ്റെ കർവ് വന്നത് എത്രയാണെന്ന് എടുക്കണം. പിന്നെ ആംഹോളിൻ്റെ കർവിൽ ഇപ്പുറത്തുനിന്ന് ഇവിടെ മസിൽ വണ്ണം എടുക്കണം, ഇവിടെ തൊട്ട് ഇവിടം വരെ വരുന്നതിൻ്റെ മസിൽ വണ്ണം എടുക്കണം. അങ്ങനെ ഇത്രയും അളവുകൾ എടുത്തിട്ട് വേണം നമ്മൾ സ്ലീവ് തയ്ക്കാനായിട്ട്. ഇത് വളരെ ചെറുതായി പോയി തോന്നുന്നുണ്ട്, നമ്മൾ പറഞ്ഞത് തീരെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു, കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം കേട്ടോ. അത്ര വലിയ ഭംഗിയിലൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയില്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഏകദേശം ഒരു സ്ലീവിൻ്റെ ആ ഒരു മോഡൽ വന്നിട്ടില്ലേ, ഓക്കെ, സ്ലീവിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ലീവ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ പറയുന്നത്. ഇത് ആം ഹോൾ കർവ് വരുന്നത് കേട്ടോ, ഇത് ആം ഹോൾ കർവ് വരുന്നത്, റിഗാള് കുഴിച്ച് വെട്ടുന്നത് കേട്ടോ, ഓക്കെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത് മസിൽ വണ്ണം, അതായത് ക്യാബ് ഹൈറ്റ് കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത്, അതാണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അളവുകളാണ് നമുക്ക് ഇടിക്കേണ്ടതുള്ളത്. പിന്നെ ഇതിനകത്തൊരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ഈ ഒരു ഇതുണ്ടല്ലോ ലെങ്ത്, അതായത് മസിൽ വണ്ണം വളരെ കൂടുതലായിരിക്കും, എന്നാൽ അതിനനുസരിച്ച് ബോഡി മെഷർമെൻറ്റ്സ് വണ്ണം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതൊക്കെ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ നോർമലായിട്ടുള്ളത് നമ്മൾ പറയാം. പിന്നെ ചിലവർക്ക് എല്ലാ ഭാഗം നല്ല വണ്ണം കൂടുതലായിരിക്കും, അപ്പോൾ ഈ ഒരു ഭാഗം മസിൽ വണ്ണം ഓവറായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഭാഗം നമുക്ക് എക്സ്ട്രാ, ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, കിട്ടില്ല. മിക്കവാറും ചിലപ്പോൾ ഇത്ര ഭാഗം വരെയും നമുക്ക് കിട്ടാതെ വരും, ഇത്ര ഭാഗം വരെയും നമുക്ക് കിട്ടാണ്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ നമ്മൾ ക്ലോത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. എക്സ്ട്രാ ഒരു 4 പീസ് ക്ലോത്ത് സൈഡിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ ഷേപ്പ് വരച്ചെടുക്കും. തയ്ച്ച ശേഷം നമ്മൾ ആ ഷേപ്പ് നമ്മൾ അത് അടയാളപ്പെടുത്തും. അതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഒരു പാറ്റേൺ, ഒരു പേപ്പറിൽ ഒരു പാറ്റേൺ വരച്ച ശേഷം നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്യാനുള്ളതൊക്കെ ജോയിൻ ചെയ്ത ശേഷം ആ പാറ്റേൺ വെച്ച് വരച്ചിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാനായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം. അതായത് നമ്മുടെ തുണിയുടെ തടം കുറവ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. 4 പീസ് ക്ലോത്ത് ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യണം. അകവശം, ഉൾവശം, നല്ല വശം പൊട്ടവശം നോക്കിയിട്ട് വേണം ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് മാത്രം കേട്ടോ. നല്ല വശം ചേരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. വണ്ണം കൂടുതലുള്ളവരുടെ രീതിയിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ കാര്യം നോക്കാം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത്, ഇത് സ്ലീവിൻ്റെ ലെങ്ത്ത്, ഓക്കെ, ഇത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇത് സ്ലീവിൻ്റെ ലെങ്ത്തിന് കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടുന്ന അളവ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് ലെങ്ത്ത് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു തുമ്പത്ത് നിന്ന് 1 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ട് എടുക്കണം. എടുത്ത ശേഷമാണ് നമ്മൾ സ്ലീവിൻ്റെ ഓപ്പണിങ് എടുക്കാനായിട്ട്.
അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിങ് എടുക്കുന്നു. ഇപ്പോൾ ഒരു 5 ഇഞ്ചാണെങ്കിൽ 5 + 2 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. 5 ഇഞ്ചാണ് വരണമെങ്കിൽ 5ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് ആഡ് ചെയ്യണം. ഇവിടെ ഔട്ടറിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് അതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അതിനുശേഷം 1 ഇഞ്ച് ഉള്ളിലേക്ക് എടുക്കണം. ഇനി നമുക്ക് ലൈനിങ് ഉള്ള സ്ലീവാണ് നമ്മൾ തയ്ക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളിലേക്ക് 1 ഇഞ്ച് എടുത്തിട്ടാണ് നമ്മൾ വരച്ചതല്ലേ. ഇവിടെയാണ് നമ്മൾ 5 ഇഞ്ചിൻ്റെ അളവ് വരുന്നത്, മനസ്സിലായോ? അതിനുശേഷം 1 ഇഞ്ച് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ എടുക്കാൻ പാടില്ല. ലൈനിങ് ഉള്ളതിന് ഇവിടേക്ക് 1/2 ഇഞ്ച് എടുക്കാൻ പാടില്ല. 1.5 ഇഞ്ച് എടുക്കാൻ പാടില്ല. നമ്മൾ 1 ഇഞ്ച് എടുത്താൽ മതി. ഓക്കെ, അത്ര 1/2 ഇഞ്ച് കുറവ് എടുത്താൽ മതി. എന്ത് മൊത്തം സ്ലീവിൻ്റെ ഇറക്കത്തിൻ്റെ കൂടെ പ്ലസ് 1.5 ഇഞ്ചാണ് ലൈനിങ് ഇല്ലാത്തതിന്. ലൈനിങ് ഉള്ളതാണെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ എടുക്കുമ്പോഴും 1/2 ഇഞ്ച് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 1 ഇഞ്ച് എടുക്കുന്നു. ആദ്യം നമ്മൾ 1/4 ഇഞ്ച് മടക്കി പിന്നെ 3/4 ഇഞ്ച് മടക്കിയിട്ടാണ് നമ്മളിവിടെ തയ്ക്കുന്നത്. ചുരിദാറാണെങ്കിൽ ഇവിടെ 1 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും വൈകിയും ഒരു 1/2 ഇഞ്ച് കൂടി മടക്കിയിട്ട് അങ്ങനെ തയ്ക്കുന്നത് ചുരിദാറിൻ്റെ സ്ലീവാണെങ്കിൽ. സാരി ബ്ലൗസിൻ്റെ ആണെങ്കിൽ ആദ്യം 1/4 ഇഞ്ച് മടക്കിയിട്ട് ഒരു 3/4 ഇഞ്ചിട്ട് വീണ്ടും ഒരു ഓടിക്കാണി അടിച്ച ശേഷം നമ്മൾ തുന്നുന്നു. അതിനുശേഷം ആ ഒരു തയ്ച്ച ഭാഗം അടിച്ചത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സംഭവം അഴിച്ചു കളയുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിനെ ഹെമ്മിങ് ചെയ്തിട്ടാണ് എടുക്കുക. ചുരിദാറാകുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളൂ ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതും തമ്മിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെയല്ല ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 6 ആയിരിക്കും. 6 + 1.5 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ 7.5 ഇഞ്ച്. ഇവിടെ നമ്മൾ 5 ഇഞ്ചാണ് ആഡ് ചെയ്തെന്നിരിക്കും പ്ലസ് 2 ഇഞ്ച്. ഇവിടെ 5 ഇഞ്ചാണെങ്കിൽ 5 + 1 6 ഇഞ്ച്. 5 + 1 6 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ എഴുതുമ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് നമ്മൾ 1 ഇഞ്ച് എടുത്തിരിക്കുന്നത് നമ്മൾ വിത്തൗട്ട് ലൈനിങ് ഇല്ലാത്തതിന്. ഓക്കെ, ഇനി ലൈനിങ് ഇഞ്ച് എടുക്കേണ്ടത് നമ്മൾ ലൈനിങ് ഉള്ളതിന്. ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ 1/2 ഇഞ്ച് എടുത്താൽ മതി. ഉള്ളിലോട്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് നമ്മൾ ലൈനിങ് ഉണ്ടെങ്കിൽ 1/2 ഇഞ്ച്, ലൈനിങ് ഇല്ല വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ 1 ഇഞ്ച് എടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളിലേക്ക് എടുത്തത് നമ്മുടെ സ്ലീവ് ഓപ്പണിങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അവിടെ വരയ്ക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എന്നാലും വരയ്ക്കണമെന്ന് മാത്രം മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വരച്ചത്. അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് ആണ് ഒരു ക്യാപ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്, അതായത് കയ്യിനും മസിൽ വണ്ണായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവും അതായത് ഇവിടെ നിന്ന് ആംഹോളിൻ്റെ ചെരിഞ്ഞിട്ടുള്ള അളവും, അതായത് ഇവിടേക്ക് താഴത്തേക്കുള്ള നമ്മുടെ മസിൽ വണ്ണും ഇവിടെ നിന്നുള്ള ആംഹോളിൻ്റെ റിഗാള് കുഴിച്ചു വെട്ടുന്നതും ആംഹോൾ കർവിൻ്റെ റൗണ്ട് എത്രത്തോളം ഉണ്ടെന്ന് അത് രണ്ടും നമുക്ക് തയ്ച്ചതിൽ നിന്ന് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈക്വൽ ആയിരിക്കണം. തയ്ച്ചതിൽ നിന്ന് എടുക്കുക. തയ്ച്ചൊരു ഡ്രസ്സിൽ നിന്നാണെങ്കിൽ അതിൽ എത്രയാണോ വന്നിരിക്കുന്നത് അത് ആ സ്ട്രെയിറ്റിൻ്റെ അളവ് തന്നെ ഇവിടേക്കുള്ള അളവ്. ആ പോയിന്റിൽ നിന്ന് തന്നെ ചെരിഞ്ഞുള്ള അളവും അതേ ഡ്രസ്സിൻ്റെ സ്ലീവിൽ എത്രയാണ് ചെരിഞ്ഞ അളവും അത് തന്നെ വേണം വരാനായിട്ട്. അതായത് ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു 6.5 ഇഞ്ച് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്, അതായത് നമ്മുടെ ക്യാപ് ഹൈറ്റിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 6 ഇഞ്ച് വരുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾക്ക് ആം ഹോളിൻ്റെ ആ ഒരു കെർവ് വരുന്നൊരു അളവ് അത് നമുക്കൊരു 7.5 ഇഞ്ചാന്ന് വിചാരിക്കും. ഒരു 7.25 ഇഞ്ചോ 8 ഇഞ്ചോ ആണെങ്കിൽ 7.25 ഇഞ്ചാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കെർവ് വരും. ഈ 2 അളവും തമ്മിൽ കറക്റ്റ് ജോയിൻ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ കെർവ് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു സൈഡ് നമ്മുടെ ഫോൾഡഡ് ഭാഗമാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു സൈഡും ഓപ്പണിംഗ് ആണ് കേട്ടോ. ഈ ഭാഗം ഫോൾഡഡ് ആണ്,
ഓക്കെ. ഈ ഒരു സൈഡ് നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ വന്നിട്ട് നമ്മളിപ്പോൾ ബോഡി പാർട്സ് എടുത്തിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ എടുത്ത് ഈ ഒരു ഭാഗം, അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമാണ് ഇത് വരുന്നത്. ഇവിടെയാണ് ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഫോൾഡഡ് സൈഡ് ആയിട്ടാണ് വരുന്നത്. നമ്മളിത് പറഞ്ഞു തരാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിത് ഇങ്ങോട്ടേക്ക് വെച്ചേക്കുന്നതാണ്. ഓക്കെ, ഇത് മനസ്സിലായാലാണ് ഈ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ഇതുപോലെ തന്നെ വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമല്ല. പിന്നെ നമ്മൾ പറഞ്ഞത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് എന്ന് പറയുന്നത് ആ മസിൽ വണ്ണത്തിൻ്റെ അളവാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമ്മളൊരു 6.5 നമ്മളൊരു ഏകദേശം പറഞ്ഞല്ലേ. അപ്പോൾ 6.5 നമ്മളെന്ന അളവ് നമുക്ക് ഈ ഒരു ലൈനിലാണെന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങളുള്ളത് ക്യാപ് ഹൈറ്റ് നമുക്ക് 2.5 ഇഞ്ച് മുതൽ ഒരു 4-4.25 ഇഞ്ച് വരേക്കും മാക്സിമം എടുക്കാം. 4 ഇഞ്ച് മാക്സിമം, 4.25 ഇഞ്ച് വരെ മാക്സിമം വരെ എടുക്കാവുന്നുള്ളൂ. അതുവരെയാണ് ക്യാപ് ഹൈറ്റ് വരും. ഓരോ വ്യക്തി അനുസരിച്ച് വ്യത്യാസം വരും. ഈ ഒരു അളവിൽ ഉള്ളിലാണ് ഭൂരിപക്ഷം എല്ലാ ആളുകളുടെയും വരിക. ഇതിക്ക് വിട്ടിട്ട് വരുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചില ആളുകളുടെ മസിൽ വണ്ണം വല്ലാണ്ട് കൂടുമ്പോൾ ഈ 4.25 വിട്ടിട്ട് നമുക്ക് അവർക്ക് ഒരു 5.25-6.25 വരെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ കൈ വണ്ണം ഉണ്ട്, ആ വ്യക്തിക്ക് ബോഡിക്ക് വണ്ണം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു മെഷർമെൻറ്റ് വരിക, അങ്ങനത്തെ ബോഡി ലാംഗ്വേജ് ഉള്ളവർക്ക് വരിക. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ അവർക്ക് ചെറിയ ലൂസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഓപ്ഷനിലാണ്, അങ്ങനത്തെ വ്യക്തികളുടെ ഓപ്ഷനിലാണ് പറയുന്നത്. നോർമലി ഭൂരിപക്ഷം എല്ലാ ആളുകൾക്കും ഒരു 90% ആളുകൾക്കും ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലാണ് വരുള്ളൂ. മാക്സിമം ആണ് 4.25 എന്നൊരളവ് വരുന്നത്. 2.5 ഇഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് വരിക. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഒരു 6.5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 6.5 എന്നുള്ളൊരു മെഷർമെൻറ്റ് ഇത് ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്ന് നിൽക്കുന്നിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ആം ഹോൾ കർവിൻ്റെ റൗണ്ട് എത്രയാണ് വേണ്ടത്? 7.25 വേണം. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ഇവിടെ വന്ന് ടേപ്പ് 6.25 ഇവിടെ കറക്റ്റ് പോയിന്റ് വരുന്ന രീതിയിൽ നമ്മൾ വെക്കും. ടേപ്പിന് 6.25 വെച്ച ശേഷം അവിടെ പിടിച്ചിട്ട് ആ ടേപ്പിൻ്റെ ആ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് 6.25 എന്നതിൽ നമ്മൾ ടേപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ പിടിച്ചാൽ മതി. എന്നിട്ട് ഇവിടേക്ക് നോക്കുമ്പോൾ 6.25 വരുന്ന രീതിയിൽ വയ്ക്കുക. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ 0-ൽ തുടങ്ങി ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ 6.5 വന്നിട്ടുണ്ടായിരുന്നത് 6.5 വയ്ക്കാം. ഈ 6.5 ഈ പോയിന്റിലേക്ക് എത്തുന്നു നിൽക്കുന്ന രീതിയിൽ വെച്ചു. എന്ന ശേഷം ഇവിടെ 0-ൽ തന്നെ നിർത്തിയിട്ട് അതിനുശേഷം ഇവിടേക്ക് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ 7.25 വന്നേക്കണത്. അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് നമുക്ക് മുകൾ ഭാഗത്ത് സ്ലീവ് നമ്മുടെ ബോഡിയായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ 4 ഇഞ്ച് ഒരു പോയിന്റ് നമുക്ക് തയ്ച്ച് പോകും. അപ്പോൾ നമുക്ക് എത്ര വേണം? 7.5 മതി. ഒരു 4 ഇഞ്ച് തയ്ച്ച് പോകുമ്പോൾ നമുക്കൊരു 7.5 ഈ ഒരു 0-ന്ന് ഇവിടേക്ക് 7.5 വരുന്ന രീതിയിൽ ചെരിച്ച് നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഇവിടേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് നമുക്ക് 6.5 ആയിരുന്നു. 6.5 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഇങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് എന്നിട്ട് ഇതേ പോയിന്റിൽ നിന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ 7.5 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിലേക്ക് ആ കറക്റ്റ് 7.5 വരുന്നുണ്ട്. ഇതിലേക്ക് 6.5 വരുന്നു. ഇവിടേക്ക് നമുക്ക് നോക്കുമ്പോൾ 7.5. ഓക്കെ, 7.5 ഇഞ്ച് അത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇവിടെ ആയിട്ട് കയറി നിൽക്കുക 6.5 വരുമ്പോൾ ചിലപ്പോൾ 7.5 ഇവിടെ ആയിരിക്കും. അതിങ്ങനെ ഓരോ പ്രാവശ്യം വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ 2 പോയിന്റും ഈക്വൽ ആയത് വരുന്ന രീതിയിൽ ഡ്രസ്സിൽ നിന്ന് അളവെടുത്ത് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആ ഡ്രസ്സിൽ നിന്ന് അളവെടുത്ത് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ചെയ്യേണ്ടതിൽ ഇതിൽ സ്ലീവിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വേറെ പറഞ്ഞുതരാം. ഇനി അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതാണ് പോയിന്റ് എങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തോട്ടാണ് നമ്മുടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണമെന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നിങ്ങൾ ഇടണമെന്ന് വെച്ചാൽ അത് ഇടേണ്ടത് കേട്ടോ. സീം എലമെൻറ്റ്സ് ഇടേണ്ടത് അതിന് ശേഷം ഔട്ടറിലേക്കാണ്. എന്നിട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയുള്ള അളവ്, അതായത് ഈ ഒരു പോയിന്റ് ടു ഈ ഒരു പോയിന്റ് വരെയുള്ള അളവിൻ്റെ സെൻറ്റർ ഏതാണ്? ഇപ്പോൾ 6.5 അല്ലേ, അതിൻ്റെ സെൻറ്റർ എത്ര വരും? 6.5 സെൻറ്റർ 3.25 വരും അല്ലേ? 3.25 വരും. അപ്പോൾ 3.25 ഒരു 4 ഇഞ്ച് താഴ്ത്തി മുകളിലേക്ക് കയറ്റിയിട്ട്, അതായത് ഇത് കറക്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ സ്കെയിലിൻ്റെ സെൻറ്റർ അപ്പം നമുക്ക് ഇത് ഏതാണ്ട് ഇവിടെ വരും. ഓക്കെ, ഈ ഒരു പോയിന്റ് ഇത് ഏതാണ്ട് ഈ ഒരു ഇതിൽ എവിടെ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ലൈനൊന്നും ജസ്റ്റ് നിങ്ങൾ നീട്ടി വരച്ചു, സെൻറ്റർ ഭാഗത്തായിട്ട് നീട്ടി വരയ്ക്കണം. എന്തിനാ അങ്ങനെ വരക്കണമെന്ന് വെച്ചാൽ അത് പറഞ്ഞുതരാം. പിന്നെ ഈ വീതി തൊട്ട് ഈ വീതി വരെ, അതായത് ഇവിടം തൊട്ട് ഈ ഇവിടം വരെ, ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു വീതി,
ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ വീതി, ഈ വീതിയുടെ പകുതി അതിൽ നിന്നൊരു 1/4 ഇഞ്ച് മുകളിലോട്ട്, പകുതി ഇവിടെ വരും, അതിൽ നിന്നൊരു 1/4 ഇഞ്ച് മുകളിലോട്ട് ഇവിടെ വരും. ഓക്കെ, ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇതിലേക്ക് കണക്ട് ചെയ്ത് വേണം ഇതിലേക്ക് കൊടുക്കാനായിട്ട്. ഇത് റഫായിട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ് കേട്ടോ വ്യത്യാസങ്ങൾ. ഇത്രയും കുഞ്ഞൊരളവിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി കുറവാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് വേണം വരച്ചു പോകാനായിട്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് കയറി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, ടോട്ടലി നമുക്ക് എന്ത് വരണം, 7.75 നമുക്ക് വന്ന് കിട്ടണം. ഇങ്ങനെ ചെരിച്ച് വെച്ച് വരച്ച് നോക്കുക. നമ്മൾ ആദ്യം ഇങ്ങനെ വരച്ച ശേഷം നമുക്കത് 7.75 വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും കൂടിയും വേണം. ജസ്റ്റ് നമ്മളിത് വരച്ച ശേഷം നമ്മൾ 7.75 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വരച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ ഈ ഒരു 1.5 ഇഞ്ചിൻ്റെ ആ ഒരു പോയിന്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മുടെ ഇതാണല്ലോ നമ്മുടെ സെൻറ്ററായിരുന്നു വന്നത്. എന്നിട്ട് ഈ ഒരു സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് താഴെ വരുന്ന രീതിയിൽ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ഏതാണ്ട് സെൻറ്ററിൽ ഈ രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോൾ 1/4 ഇഞ്ച് വരാൻ പാടുള്ളൂ. ഈ ഭാഗത്തിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോൾ ഒരു 1/4 ഇഞ്ച് താഴ്ന്ന് നിൽക്കുന്ന രീതിയിൽ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വീണ്ടും അഗെയിൻ വരയ്ക്കുക. വരകളുടെ എണ്ണം കൂടിപ്പോയത് കൊണ്ട് ഇത്തിരി പകുതി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചെടുക്കാം. ഇത് നമ്മൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഷോർട്ട്സ് ആയതുകൊണ്ട് അധികം നമുക്ക് വളയ്ക്കേണ്ടത് ഇങ്ങനെ ഉള്ളിലേക്ക് കർവ് ചെയ്ത് വരയ്ക്കുന്ന രീതിയിൽ വേണ്ട, ചെറിയ രീതിയിലൊക്കെ വരച്ചാൽ മതി. എന്നാൽ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടും തോറും ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മസിൽ വണ്ണം ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് ശരിക്കും നിങ്ങൾ അളവ് എടുത്ത ശേഷം ആ ഒരു പോയിന്റിനെ ടച്ച് ചെയ്ത് വരുന്ന രീതിയിൽ കർവ് ചെയ്ത് ഉള്ളിലോട്ട് വരയ്ക്കണം. ഓക്കെ, അതായത് ഈ ഒരു അളവ് നമ്മുടെ ഇപ്പോൾ 6 ഇഞ്ചിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂല്ലോ. ഇതിൻ്റെ സമയം നമ്മളൊരു 12.5 ഇഞ്ച് 13 ഇഞ്ച് അതൊക്കെ വരുമ്പോൾ നമ്മൾ 3/4 സ്ലീവിൻ്റെ അളവ് പോലെ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് വരുമ്പോഴും എക്സ്ട്രാ അളവ് വന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു വണ്ണം കൂടുതലുള്ള ഭാഗം, മസിൽ വണ്ണത്തിൻ്റെ ഭാഗം കുറച്ച് ദൂരം ഒരു 5 ഇഞ്ചോ ഒരു 6 ഇഞ്ചോ 5.5 ഇഞ്ചോ ഓരോ വ്യക്തി അനുസരിച്ച് ഹൈറ്റ് ഉള്ളതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് വണ്ണുള്ളതിനനുസരിച്ച് നോക്കിയിട്ട് 5 ഇഞ്ച് 5.5 ഇഞ്ച് 6 ഇഞ്ചിലൊക്കെ വെച്ചിട്ട് ഒരു അളവ് ഏതെങ്കിലും ഒരു അളവിൽ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അളവെടുത്ത് നോക്കാം. അത് 5 ഇഞ്ചിലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ മസിൽ വെണ്ണം എത്രയാണ് വന്നത് ആ അളവ് പോയിന്റ് ചെയ്തിട്ട് ആ പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ വേണം കർവ് ചെയ്ത് വരയ്ക്കാൻ. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ലോങ് സ്ലീവിനൊക്കെ നമുക്ക് ഷേപ്പ് കൂടുതൽ കിട്ടും. വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഷേപ്പ് കാണിക്കാം. ഒന്ന് ഉള്ളിലോട്ട് കർവ് ചെയ്ത് വരയ്ക്കുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു ഷേപ്പിലോട്ട് ഉള്ളിലേക്ക് കർവ് ചെയ്ത് വരയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ ഉള്ളിലോട്ട് കർവ് ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, അതായത് ഇങ്ങനെ ചെറുതായിട്ട് ചെരിച്ച് ഉള്ളിലോട്ട് വരയ്ക്കുമ്പോഴാണ് നമ്മുടെ സ്ലീവിന് ഒരു ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ട് ഒരു സ്ലീവ് തയ്ക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു പോയിന്റ് നമ്മൾ എടുത്തില്ലേ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ അളവാണ് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്, ആം ഹോൾ ലെങ്ത്ത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ആം ഹോൾ ലെങ്ത്ത് ഇത്രയാണ് വരുന്നത്, ഈ ഒരു ഇതിലേക്ക് വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ് വരുന്നത്. അപ്പോൾ നമ്മൾ അതായത് ചുരിദാർ വരയ്ക്കുമ്പോൾ നമുക്ക് ചുരിദാർ വരച്ചപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് ഇവിടെ വരച്ചില്ലേ, ഈ ഒരു വരയിലേക്കാണ് ചെസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം അതിൻ്റെ തയ്യൽ തുമ്പ് എടുത്തത്. അപ്പോൾ ഈ ഒരു അളവിനെയാണ് നമ്മൾ ഈ ഒരു അളവ് എന്ന് പറഞ്ഞത്. ഇവിടെ നെക്കിൻ്റെ വൈഡ് നെക്ക്. ഓക്കെ, ഈ ഒരു അളവിനെയാണ് നമ്മൾ ഈ ഒരു അളവിനെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, ഈ ഒരു അളവെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.